ഹലോ. ആ മെമ്പറെ, ആ ആ പഞ്ചായത്ത് നിന്ന് ആടിനെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. കൊടുത്തു തുടങ്ങിയില്ല, വന്നിട്ടുണ്ട്. യാ. അതിന് അപേക്ഷയെല്ലാം കൊടുക്കണം. ഓ അപേക്ഷയും എന്നാ ഇത് നമുക്ക് കിട്ടൂലേ? നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നതിന് സംശയമാണ്. അത് കുറച്ച് അങ്ങനെയുള്ള കൂട്ടർക്ക്, കുറച്ച് പാവപ്പെട്ട കൂട്ടർക്കെല്ലാം കൊടുക്കുന്നതാണിപ്പോ. അതെന്താ മെമ്പറെ, നമ്മള് പാവപ്പെട്ടയല്ലേ? പാവപ്പെട്ട തന്നെ. അത് ഉം. ഞാൻ അന്ന് വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതെ, മെമ്പർ തന്നെയല്ലേ പറഞ്ഞേ ഇനി വന്നാല് തരൂന്ന്. അത് വന്നാല് തരുമെന്ന് പറയുന്നത്. അത് നിങ്ങള്, ഞാൻ എന്നാ പറയണ്ടത്, കുറച്ച് ഒരു ഒരു അഡ്ജസ്റ്റ് ഇതിലൊക്കെ നിൽക്കുന്നവർക്കാന്നെല്ലാം കൊടുക്കുക. അതെന്നാ അങ്ങനെ? ഈ ഫോമെല്ലാം പൂരിപ്പിച്ചിട്ടെല്ലാം കൊടുക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് ഫോമെല്ലാം ഫില്ല് ചെയ്യാൻ കുറച്ച് പണിയുണ്ടപ്പോ അതിന്. അതെന്താ മെമ്പറെ അങ്ങനെ പറയുന്നത്? എന്നാ പിന്നെ ഒരു ഫോം അനക്ക് കൊണ്ട് തരുവാ? അത് ഫോം നിങ്ങൾക്ക് കൊണ്ടുത്തരാം. പിന്നെ ഇത് ആടിനുള്ള ആടുമുണ്ട്, കോഴിയുണ്ട്. ആ നിങ്ങൾക്ക് അത് പോറ്റാനുള്ള സൗകര്യം ഉണ്ടാവണം. പോറ്റാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. അതിന് ചെറിയ ഷെഡും കാര്യങ്ങളെല്ലാം വേണം. അതെല്ലാം ഉണ്ടോ നിങ്ങൾക്ക് അവിടെ? ഒരു കൂടെ കൂടെ പോലത്തെ സാധനം പോരാ അതിന്. കിടക്കാനും നടക്കാനും എല്ലാം പറ്റണം. പിന്നെ മഴയത്ത് ആകുമ്പോ അതിനകത്ത് നല്ലോണം നോക്കാനും കഴിയണം. അങ്ങനെല്ലാം പറ്റുന്ന ആൾക്കാർക്ക് നോക്കിയിട്ട് വേണം ഇത് കൊടുക്കാതെ. ഞാൻ അങ്ങനെയെല്ലാം നോക്കും മെമ്പറെ. അങ്ങനെ നോക്കാം. അങ്ങനെ ഇതെല്ലാം ഉണ്ടോന്ന് ഞാൻ വന്ന് നോക്കണം. എന്നിട്ടേ നിങ്ങൾക്ക് അപേക്ഷയും എഴുതി മേടിക്കാൻ പറ്റുള്ളൂ. അതെ, മെമ്പർ എന്നാ ഒരു ദിവസം വന്നിട്ട് നോക്ക്. വന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. വന്ന് നോക്കുമ്പോ ആ ഉം ആ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എന്തെന്ന്? ഞാൻ ഇതെല്ലാം സംഘടിപ്പിച്ചാക്കി തരുമ്പോ നമ്മളോട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടേ? ോടായിരിക്കും ഇഷ്ടമില്ലാത്തത്. അനക്ക് അങ്ങനെ ദേഷ്യമൊന്നും ഇല്ലല്ലോ? അങ്ങനെയല്ല ഏ എന്റെ സുമതി, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ആ പറ, എന്നാ മെമ്പർ കാര്യം പറ. നിങ്ങൾക്ക് ഇപ്പൊ അയക്കാതെ ഇത് കൊടുത്താല് അനക്കിന്റെ അത് വരൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പൊ ഞാൻ എന്നോട് കുറച്ച് ഇതെല്ലാം അയക്കി നിൽക്കുന്ന ആൾക്കാരെ നോക്കല്. അതെ ഞാന് എന്താ ആ എന്നാലും അനക്ക് പോത്താം. തന്നാല് പകരം അനക്കെന്ന അതിനെ കൊണ്ട് ഗുണമുള്ളേ. നിങ്ങൾക്ക് ആ, 4 ആടിനെ കിട്ടും, ആ. കുറെ കോഴീനെയും കിട്ടും. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് അനക്കെന്തെങ്കിലും മെമ്പർക്കെന്നാ ഗുണമുള്ളതെന്ന് ചോദിച്ചാല്, അല്ല ഉം മെമ്പർക്കെന്നാ ആവശ്യവും? ആവശ്യം എന്നാ പറയണ്ടേ സുമതി. ഇതിനെയൊക്കെ ഒന്ന് കാണുമ്പോ തന്നെ നമുക്ക് പല ആവശ്യങ്ങളും തോന്നൂലേ? ഉം ആ ഏ അതെ. എന്തെന്നാ അറിയുന്നത്? എന്നാ തോന്നിയേ? എന്നാ മനസ്സിലായേ? അല്ല, അനക്കൊന്നും തോന്നിയിട്ടില്ല, മനസ്സിലായി ചെറുങ്ങനെ. ചെറുങ്ങനെ മനസ്സിലായ? ആ, എന്നാ പിന്നെ അത് കുറച്ച് ബില്ലിങ്ങിനെ അങ്ങ് മനസ്സിലാക്കിക്കൂടെ? എന്നാ മെമ്പർ തേച്ചും പറയാ. എന്റെ സുമതി, എനിക്ക് പണ്ടേ ഉള്ളൊരു മോഹമാണ് സുമതി ഇനി ഒന്ന് അടുത്ത് ഇരുത്തി സംസാരിക്കുക. പിന്നെ ഒന്ന് സുമതിന്റെ കയ്യിലുള്ള ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ടെല്ലാം കളിക്കുക എന്നുള്ളത്. അതേ ഉള്ളൂ. എന്നാ മെമ്പർ ഒരു ദിവസം ഇങ്ങ് വാ, ഞാൻ അല്ല അടുത്തിരുന്ന് സംസാരിക്കാലോ നമുക്ക്. അത് മാത്രമല്ല സുമതി, അടുത്തിരുന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കില്ല. വീട്ടിലാരും ഇല്ലാതെ നേരം ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മനസ്സിലായി മെമ്പർ. മനസ്സിലായ? പറഞ്ഞോളൂ. മനസ്സിലായി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ, ആരും ഇല്ലാതെ നേരം ഞാൻ ഈ ഫോം കൊണ്ട് വന്നാല് ഞാനിത് പൂരിപ്പിച്ച് തരുകയും ചെയ്യും. അനക്കാകുമ്പോ ഈ ആളിന് കിടക്കാനൊക്കെ ഉള്ള ഷെഡ് ഉണ്ടോ എന്നെല്ലാം നോക്കുകയും ചെയ്യുക. നേരം പിന്നെ
സുമതി ഒന്ന് കണ്ണടച്ചിട്ട് എന്നോടൊന്ന് നല്ല രീതിയിൽ നിന്നാല് ഷെഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സുമതിക്ക് ആടിനെ കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞ സുമതിക്ക് മനസ്സിലായോ? അടുത്തിരുന്നിട്ട് സംസാരിക്കല് മാത്രമല്ല ഉദ്ദേശിച്ചത്. മെമ്പർ കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. അത് നടക്കുവാന്ന് വന്നാല് നടക്കും ചോദിച്ചാൽ അതെങ്ങനെ മെമ്പറെ നടക്കാൻ? അല്ല, അതെങ്ങനെയാന്ന് സുമതി തന്നെ ആലോചിക്കണം. ഇത് പെട്ടെന്ന് ചോദിച്ചാ ഞാനെന്നാ പറയോ? പെട്ടെന്ന് ചോദിച്ചോന്നല്ലോ, പെട്ടെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ എങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ? സുമതിയോട് ഇറക്കിയപ്പം വിളിച്ചിട്ട് ആട് കൊടുക്കുന്നുണ്ട് സുമതി എനക്കൊന്ന് ഇങ്ങനെ നമുക്ക് ഒരുമിച്ചൊരു കളി നടത്താമെന്നും പറയാൻ പറ്റൂലല്ലോ. അല്ല, ആൾക്കാരും നാട്ടുകാരിലെന്ന് വിചാരിക്കുവോ? പിന്നെ നാട്ടുകാരോടുള്ള ഇതിന്റെ മറ്റേ ഇത് മൈക്ക് വെച്ചിട്ട് സംസാരിച്ചിട്ടാണ് അതിനെല്ലാം പറയുന്നത്. ഇത് വളരെ നമുക്ക് സ്വകാര്യമായിട്ട് ചെയ്യാനുള്ളതല്ലേ. എന്താ അല്ല, മെമ്പർ വീട്ടിൽ വന്നിട്ട് പോകുമ്പോ കൊറേ സമയമാകുമ്പോ ആൾക്കാർ വിചാരിക്കൂലേ? എന്റെ വീട് കുറെ ആൾക്കാരുടെ കൂട്ടത്തിലൊന്നും അല്ലല്ലോ. ഞാൻ ഒരു ദിവസം ആരും അറിയാണ്ടങ്ങ് ഇരുന്ന് എനിക്ക് നീ ഒന്ന് സമ്മതിച്ചു കഴിഞ്ഞാല് വേറെ പ്രശ്നമൊന്നുമില്ല. അത് രാത്രി വേണോ അല്ലെ പകല് വേണോ എന്ന് നീ നിന്റെ സമയം നോക്കിയിട്ടൊന്ന് പറഞ്ഞാ മതി. എടോ കിട്ടുന്നത് 4 ആട്ടും കുട്ടികളെയാണ്. നിനക്കെന്നാ സമയം പോകുന്നത്? ആകപ്പാടെ ഒരു അരമണിക്കൂർ. അല്ല, നല്ല ആട്ടുംകൂട്ടിലൊക്കെ കിട്ടുന്നത് ശരി തന്നെ. പക്ഷേങ്കില് ഇതെല്ലാം നടക്കുവാന്ന് പറഞ്ഞാല്, ഇങ്ങനെ ചെയ്യുവാന്നെല്ലാം പറഞ്ഞാല് പിന്നെ എങ്ങനെയാണ്? എല്ലാരും ഇങ്ങനെല്ലാം തന്നെയാണ് പലതും നടന്നു. അല്ലെ പിന്നെ ഒന്നുമില്ലാണ്ട് എങ്ങനെയാണ് കുത്തിപ്പിടിച്ചിരിക്കലേ ഉണ്ടാവും. അല്ലാണ്ട് ആരെങ്കിലും ഇതെല്ലാം നല്ല പൈസ ചെലവുള്ള സംഭവമല്ലേ. അപ്പൊ ഇങ്ങനത്തെ ആനുകൂല്യം കിട്ടണമെങ്കിൽ കുറച്ചിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണടക്കണ്ടേ? അതല്ല, വീട്ടിലെല്ലാം ആളുണ്ട്. അതൊന്നും പറ്റും തോന്നുന്നില്ല. വീട്ടില് ആളില്ലാണ്ട് ഇപ്പൊ അവരെ പുറത്തു പോലെ എന്താ എനിക്കറിയില്ലേ? നീ മാത്രമുള്ള സമയത്ത് പറഞ്ഞാലേ നല്ലേ. അല്ല മെമ്പർ, ഞാനിപ്പോ എന്നാ പിന്നെ എല്ലാണ്ട് ആട്ടിനെ കിട്ടൂല. അല്ലാണ്ട് ഇപ്പൊ നിനക്ക് നാട്ടിനെ കിട്ടും. ഞാൻ അത് പഞ്ചായത്തിലെല്ലാം പൂരിപ്പിച്ച് കൊടുക്കണ്ടേ? നീ ഇത് അനുയോജ്യമായ ആളാണ്, സാമ്പത്തിക ശേഷി നമ്മൾ കുറവാണ്, ആടിനെ വളർത്തിയിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്താലേ നടന്ന് കിട്ടുള്ളൂ. അതെ, അല്ല സാമ്പത്തിക ശേഷിയൊന്നും കുറവ് തന്നെയല്ലേ? അതെ, അത് കുറവന്നെയല്ലേ. പറഞ്ഞാല് അതിന് ഒരു കണക്കില്ലേ? ആ കണക്കിൽ നിന്നെ എത്തിക്കണ്ടേ? അത് ഞാൻ കള്ളത്തിൽ എഴുതിയിട്ട് പോണ ആക്കാൻ. അപ്പൊ ഇങ്ങനെയല്ല എഴുതി ആക്കണ്ടെങ്കിൽ എനക്ക് എന്തെങ്കിലും ഒരു നേട്ടാക്കി വേണ്ടേ? പിന്നെ അത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാ ബുദ്ധിമുട്ടാ? രാവിലെ എല്ലാരും പണിക്ക് പോകുന്ന സമയത്ത് അധികം പണിക്ക് പോയാലും അനക്കൊരു ചെറിയൊരു എന്തോ ഒരു അതിലൊന്നും വലിയ കാര്യമില്ല. അത് ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നീ അങ്ങ് മറന്ന് ഞാനും മറന്നു. 3-ാമത്തെ ദിവസം എനിക്ക് ആടിനെയും കിട്ടി, കഴിഞ്ഞ്. അത്ര തന്നെ. പിന്നെ ഇത് ആരെന്തെന്ന് അറിയാനാ? എന്തായാലും ഞാനിത് പൂരിപ്പിക്കാൻ വരണം, കുറച്ച് മാടി ഇരിക്കണം. പിന്നെ നമുക്ക് നല്ലൊരു കളിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാം ആയി. എന്റെ കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹവും നടന്നു. എന്താ? അല്ല, എനിക്ക് ആടിനെ എന്തായാലും വേണോ? പിന്നെ അപ്പൊ ആടിന് എന്തായാലും വേണ്ടിക്ക് എന്തായാലും ഇതും വേണം. എന്നാലേ കിട്ടൂല്ലേ? എനിക്കെന്നാലേ കിട്ടും. എന്നാല് അല്ല, ഞാൻ എന്നാ മെമ്പർ ഒരു കാര്യം ചെയ്യണ്ടേ? വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഒരു 10 മണിയാവുമ്പോ വീട്ടില് കാണുന്നല്ലേ അപേക്ഷ കൊടുത്തിട്ട്? 10 മണിയാകുമ്പോ അപേക്ഷ എടുത്തിട്ട് അല്ല, അന്നേരം എല്ലാരും പോകൂല. അന്നേരം വീട്ടിൽ ആരും ഉണ്ടാവൂല. അങ്ങനെ ഇപ്പൊ അത് നീ നല്ലൊരു മിടുക്കിയായിരുന്നു. അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ എല്ലാരും ഒപ്പിച്ചെടുക്കുന്നത്. നീ മുമ്പേ എന്നോട് ഇങ്ങനെയെല്ലാം പറഞ്ഞ ഈ ലെവലിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെന്നല്ലേ പലർപ്പെടുത്തി തരൂലേനോ? എനിക്കിനിയിപ്പോ ആട്ടിനെ തന്നാ മതി. ആട്ടിനെ ഞാൻ തരാം. ആട്ടിനെ തരുന്നതെന്നാ? അപ്പൊ
നാളെ കൊണ്ടുവരട്ടെ, എന്നാലും അപേക്ഷ എടുത്തിട്ട് ഞാൻ നാളെ വരട്ടെ. ആ മെമ്പർ നാളെ വാ. ആ അപ്പോ നാളെ വന്നിട്ടാകുമ്പോ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? നീ മാത്രമല്ലേ ഉണ്ടാവും? ഇല്ല, 10 മണിക്ക് ശേഷം ആരും ഉണ്ടാവില്ല. ആ 10 മണിക്ക് ശേഷം കഴിഞ്ഞാൽ പിന്നെ എത്ര മണിക്ക് ആൾക്കാരെല്ലാം വരുവോ? അല്ല, മെമ്പർ കുറേ സമയം നിന്ന്. ഇല്ല, ഇപ്പൊ കൊറേ സമയം നിക്കൂല. എനക്ക് നിന്റെ കൂടെ എന്ന ഷെഡിന്റെ സ്ഥലം നോക്കണം, പിന്നെ അപേക്ഷയും പൂരിപ്പിക്കണം, പിന്നെ നമ്മളെ ഈ ഇതും കഴിയണം. എന്നാ പിന്നെ എന്തായാലും ഒരു 1.5 മണിക്കൂർ നിൽക്കൂലേ അവിടെ. പിന്നെ ചിലപ്പോ നീ എന്തെങ്കിലും ചായ തന്നെ അതും കുടിക്കണ്ടേ? ചായയും വേണം. ഓ പിന്നെ ഇത് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുന്നതല്ലേ ഒരു സുഖം. ആ എന്നാല് ഒരു തീരെ ഒരു 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 ഉഷാറില്ലാതെ പോലത്തെ എന്നാല്. അല്ല, എന്നാ ബാ മെമ്പർ വാ. അങ്ങനെ എങ്ങനെയും കാട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടൊന്നും പോരാ കേട്ടോ. അല്ല, കാട്ടിക്കൂട്ടി ഒപ്പിക്കാനൊന്നല്ല. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടേ പൂരിപ്പിക്കുള്ളൂ. പൂരിപ്പിച്ചു തരൂലല്ലേ? പൂരിപ്പിച്ചിട്ട് ഞാൻ പോകുമ്പോ അപേക്ഷ എടുത്തോളൂ, ഞാൻ തന്നെ കൊടുത്തോളൂ, നീ വരണ്ട. റേഷൻ കാർഡെല്ലാം അടിയില്ലേ? റേഷൻ കാർഡെല്ലാം ഉണ്ട്. അതെല്ലാം എടുത്തിട്ട് അവിടെ വെച്ചോ, ഞാൻ വരും രാവിലെ. അപ്പൊ നല്ല റെഡി ആയിട്ട് സുന്ദരി കുട്ടത്തിയായിട്ട് നിൽക്കുക കേട്ടാ.